ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ കുഴപ്പമില്ല കേട്ടോ, എനിക്ക് ചുമ കുറവുണ്ട്, എന്നാലും ഇച്ചിരി ഉണ്ട്. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നാൽ അതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്നലെ എനിക്കൊരു കമൻറ്റ് വന്നു കേട്ടോ, ബിജിക്കുട്ടി മോളെ കർത്താവ് കാത്തോളും എന്ന്. എനിക്കത് കേട്ടപ്പോൾ ആ കമൻറ്റ് വായിച്ചോണ്ടേ എനിക്കങ്ങ് പെട്ടെന്ന് അമ്മയെ ഓർമ്മ വന്നു കേട്ടോ. നമ്മുടെ അസുഖമൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ ആൾക്കാരിങ്ങനെ നമുക്കൊരു സ്വാതന്ത്ര്യം തരുമ്പോൾ ഒരു ഭയങ്കര നമുക്ക് മനസ്സിന് തന്നെ ഒരു പ്രത്യേക ഒരു നമ്മളെ ആൾക്കാർ കരുതുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ളൊരു കേൾക്കുമ്പോഴേ ആ കമൻറ്റ് വായിച്ചാൽ ഒത്തിരി സന്തോഷം. എല്ലാവരുടെയും കമൻറ്റ് ഇഷ്ടമാണ്, പക്ഷെ അത് എടുത്ത് അങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോൾ പെട്ടെന്നൊരു സത്യം പറയാൻ ഒരു ഇമോഷണലായിപ്പോയി. പ്രത്യേകിച്ച് ഞാൻ പറയാൻ വന്നത്, പ്രത്യേകിച്ച് നമ്മൾ ഈ മാറിയ പേരൻസോ അമ്മയൊക്കെ ആയിട്ട് മാറി നിൽക്കുമ്പോഴേ ഇങ്ങനെയൊക്കെയുള്ള ചില വാക്കുകളൊക്കെ നമ്മൾ പെട്ടെന്ന് അങ്ങ് നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിപ്പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ മലയാളി ചന്തയിൽ പോയ കാര്യങ്ങളാണ് കേട്ടോ. ചന്തയിലെ വിശേഷങ്ങളും അല്ലാതെ വേറെ കൂടുതലായിട്ടൊന്നുമില്ല. ചന്തയിൽ അന്നത്തെ ചന്തപ്പോക്ക് ഒരു വല്ലാത്ത പോക്കായിപ്പോയി. എൻ്റെ ദൈവമേ, ചില സൈഡിലാണെങ്കിൽ നിന്ന് തിരിയാൻ അങ്ങോട്ടും നടക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങോട്ടും ആൾക്കാർ ഇങ്ങോട്ടും ആൾക്കാർ, ഒത്തിരി സ്ഥലമില്ല. ഞാൻ ഇങ്ങനെ പിടിച്ചാ നടക്കുന്ന റീച്ചാൻ്റെ കൈ വിട്ടു പോയി നമ്മളെ ആൾക്കാർ മറിച്ചങ്ങിടും. അതുപോലുള്ള ഇതാണ് അവിടുത്തെ. നമ്മൾ ഇച്ചിരി ഒന്ന് ഒതുങ്ങി നിൽക്കും. ഈ മീൻകാർക്കൊക്കെ ആണെങ്കിൽ ഒരു ഇതിലോ വജു എന്ന് പറയാം, അവർ തട്ടിയിട്ടോണ്ടങ്ങ് പോവും. നമ്മളതനുസരിച്ച് മാറി നിന്നോണം. നമ്മളിത്തിരി പേടിച്ച് മാറി നിൽക്കും. ചിലരാണെങ്കിൽ ഒരു ദയനീയത ഇല്ലാതെ അങ്ങ് പോകുന്നത്, അവർക്ക് പോകണമെന്നേ ഉള്ളൂ. നമ്മൾ ഇച്ചിരി സൈഡൊക്കെ ഒന്ന് ഒതുങ്ങി കൊടുക്കും. അവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും പിള്ളേർക്ക് കൊണ്ടുപോകാനുമായിട്ട് ഒക്കെ സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വെച്ച് പാറ്റീസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തൊന്ന് ഇങ്ങനെ ഇച്ചിരി ഷാലോ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ പാല് കാച്ചാൻ വെച്ചു. ചായക്ക് അവിടെ തിളയ്ക്കാനായിട്ടുണ്ട്. അതൊക്കെ അപ്പുറത്തടുപ്പി ഇരിപ്പുണ്ടേ. അപ്പോൾ പാറ്റീസ് ഞാൻ ചിന്തിച്ച ഒരു പാക്കറ്റ് ഞാൻ പൊട്ടിച്ചില്ലെന്ന്. ഇന്നാൾ ഞാൻ ഇച്ചിരി എടുത്തായിരുന്നു. അപ്പോൾ ഇനി 6 എണ്ണ ഉള്ളായിരുന്നു. അന്ന് 4 എണ്ണം എടുത്തായിരുന്നു. ഒരെണ്ണത്തിൽ 10 ആയിരുന്നു. അപ്പം ഞാൻ ബാക്കി എന്തോ ഇതെന്നോ ഇച്ചിരി കാബേജും ഇച്ചിരി ടൊമാറ്റോയും സവാളയും എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞിട്ട് ഇച്ചിരി മയോണൈസും ടൊമാറ്റോ സോസും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ബ്രെഡിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വെച്ച് സാൻഡ്വിച്ച് പോലെ. ഇപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് രാത്രി 10:45. കാരണം ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഫുഡ് കൊടുത്തു. പിന്നെ രാത്രി പ്രെയറായി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും കൊടുക്കാനുള്ള വൈകിട്ടത്തെ പാല്, പിന്നെ മഞ്ഞൾപ്പാൽ, പലർക്കും പല രീതിയിൽ, ഒരാൾക്ക് പ്ലെയിൻ പാല്, അങ്ങനെയൊക്കെ. പിന്നെ നാളത്തേക്കിന് വെച്ച് തോരൻ വെക്കാനുള്ളതൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തൊക്കെ വെക്കണം. സമയം കിട്ടുവാണെങ്കിൽ അരിഞ്ഞു വെക്കണം. കാരണം റീച്ചാൻ ഇതുവരെ വന്നില്ല. റീച്ചാൻ വരുന്ന പറഞ്ഞാൽ ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുമല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും അരിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ സമയമായി. ഇപ്പോൾ കണ്ടിന്യൂസ് അങ്ങോട്ട് ഞാനിങ്ങനെ സംസാരിക്കുവാണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ ഒത്തിരി സമയം എടുക്കും. എന്നും എടുക്കുന്നതിനേക്കായി ചുമ വരുവാണെങ്കിൽ കുറച്ച് നേരമൊക്കെ നിർത്തി വെച്ചിട്ട് വേണം എടുക്കാൻ. കണ്ടിന്യൂസ് നമ്മൾ സംസാരിക്കുന്നത് ത്രോട്ട് അങ്ങ് കുത്തും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ചൂടുവെള്ളവും ഉണ്ട്. ഞാൻ അതും കൊണ്ടായിരുന്നു ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നത്. ഇന്ന് നേരം മീൻ മാർക്കറ്റിൽ പോകുന്നത് എന്നും ഞാൻ ഇങ്ങനെ റീച്ചാനോട് പറയും. അപ്പോൾ റീച്ചാൻ പോകാമെന്ന് പറയുമ്പോൾ പക്ഷേ വരുന്ന ഉടനെ ലേറ്റായിട്ടായിരിക്കും. പിന്നെ രാവിലെ എണ്ണിക്കാൻ ബുദ്ധിമുട്ടല്ലേ. ഇപ്പം പോവുകയാണെങ്കിൽ രാവിലെ ഒരു 7:30 കഴിഞ്ഞ് ഈ കൊച്ചിനെ വിട്ട് കഴിഞ്ഞ് ഉടനെ അങ്ങ് പോകണം. അപ്പോൾ ഇന്നലെ രാത്രി നേരത്തെ ഇച്ചിരി വന്നതുകൊണ്ട് നമുക്കിത് ഇന്ന് പോകാമെന്ന് വെച്ച് അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഉടനെ അങ്ങ് പോകാമെന്ന് വെച്ച്. അപ്പോൾ ഇന്ന് പോകുന്നോട് റേച്ചാൻ പറഞ്ഞ് നീ തന്നെ പോവും, റേച്ചാൻ എന്നെ മാർക്കറ്റിൽ പോകാമെന്ന്. അല്ലെങ്കിൽ അവർ രണ്ടും കൂടെ രാവിലെ അങ്ങ് പോകുന്നത് കൊണ്ട് അവനൊരു നല്ലതായിരുന്നു. ബസ്സിലൊന്നും ഇപ്പോൾ ബസ് കയറാൻ നിൽക്കുന്നതിന് ഇവൻ ചില സമയത്ത് ചില ബസ്സിൽ കയറത്തില്ല. ഒന്ന് കാല് കുത്താൻ പോലും സ്ഥലം കാണത്തില്ല. അതുപോലെ അങ്ങ് തള്ളായിരിക്കും. അതുകൊണ്ടാണ് ഇവൻ ഈ പറയുന്നത്, പപ്പ രാവിലെ എന്നെ അങ്ങ് വിടണേ, പപ്പ എന്നെ രാവിലെ കൊണ്ടുപോകണേ പപ്പ. അപ്പോൾ റീച്ചാൻ ചിലപ്പം അഥവാ റീച്ചാൻ രാവിലെ പോകണമെങ്കിൽ റീച്ചാനെങ്കിൽ ഇവനെ കൊണ്ടങ്ങ് ചിലപ്പോൾ അങ്ങ് പോകും. അഥവാ രാത്രി ഒത്തിരി ലേറ്റായിട്ട് വരും. ഞാൻ പറയും, എടാ പപ്പായെ വിളിക്കണ്ട, പപ്പായിച്ച് കിടന്ന് ഉറങ്ങിക്കോട്ടെ, നീ അങ്ങ് പോകും. അപ്പോൾ ഞാൻ രാവിലത്തെ ഇതെല്ലാം ഉണ്ടാക്കി പിള്ളേർക്ക് 2 ടിഫിനൊക്കെ എടുത്ത് വെച്ചു. പ്രീസനെ വിട്ടതിന് ശേഷം പിന്നെ ഞങ്ങളങ്ങ് പോകാമെന്ന് വെച്ചു. മീൻ ചന്തയിൽ പോകാം. മീൻ ചന്തയിൽ അവിടെ ചെന്നിട്ട് നോക്കട്ടെ വീഡിയോ എടുക്കാൻ പറ്റുമോ. തള്ളലാണോ അടിയാണോ ബഹളമാണോ.
ആ വണ്ടികൾ കണ്ടില്ലേ, വലിയ വണ്ടികൾ. അതെന്ന് പറയുന്നത് ഇതിനേക്കായി മെയിൻ വലിയ മാർക്കറ്റിൽ നിന്നാണ് അവർ ഇവിടെ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ആ വണ്ടിക്കകത്ത് മീനുകളാണ്. അപ്പം അതിൻ്റെ അകത്ത് ഇവർ മീൻ മാത്രമായിട്ട് കൊണ്ടുവരും. എന്നിട്ട് ഓരോരുത്തരുടെയും മീനിൻ്റെ ഇത് അടയാളങ്ങൾ അവർക്കൊക്കെ അറിയാം. കാരണം പണ്ട് ഞങ്ങൾ ചോദിച്ചോണ്ട് ഇങ്ങനെ ഈ ആൻറ്റിമാർ പറഞ്ഞായിരുന്നു, അവരിവിടെ കൊണ്ടു തരും, എത്ര രൂപയോ കൊടുക്കണം, അപ്പം കറക്റ്റ് സ്ഥാനത്ത് അവർ കൊണ്ടു തരുമെന്ന്. कारली कैसे है? क्या बनता है बांगड़ा? कारली कारली 200 बाबा के देगी पहला की दिखाओ देखा ये भाई ये देख लगा तू इधर आ काम भाई बाटा कैसे है? ये भाई ये ताई ये देखिए बड़ा वाला, बड़ा मच्छी खाने वाला है। इधर ही कर रही है। अरे वाह। എൻ്റെ ആ തോളത്ത് പിടിച്ചതേ ഇവിടെ ഞങ്ങളുടെ ഇവിടെ മീൻ വിൽക്കുന്ന ആൻറ്റിമാരാ. അവരാണ് അവിടുന്ന് കൊണ്ടുവന്ന്, ഞങ്ങളുടെ സ്ഥിരം ആൻറ്റി അവരാ. ഇവർ ഇവിടെ രാവിലെ ഇവിടെ ഇരിക്കും. ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, അവർ അവിടെ നമുക്ക് 200 രൂപയ്ക്ക് കിട്ടുന്ന മത്തി ഇവിടെ 400-ന് തരുമെന്നൊക്കെ. ആ പുള്ളിക്കാരിയാണ്. സംഭവം തോന്നുന്നു, ഞാനിങ്ങനെ നടക്കും. അപ്പോൾ എൻ്റെ മുതുകത്ത് ആരോ ഇങ്ങനെ കുറേ നേരം കൊണ്ട് ഇങ്ങനെ തള്ളുന്നു. അപ്പം ഞാൻ ചിന്തിച്ചു, ഇനി ആണുങ്ങളെങ്ങാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയവരോ. പേടിക്കണ്ട ഞാനാന്ന്. അന്നേരം ഞാൻ നോക്കിയപ്പോഴേ അറിഞ്ഞാൽ ഞാനതാന്ന് ദേഷ്യത്തിൽ ഇങ്ങനെ തിരിഞ്ഞ് നോക്കി. ഇവരതാ തോളെ കൈയിട്ടുണ്ട് നിന്നത്. അന്നേരം അവരും മീൻ വാങ്ങിക്കാൻ വന്നെയാണ്. അവരതാ പറഞ്ഞത്, ഇവർ വലിയ മീനെ നമ്മൾ ഈ ചൂര വാങ്ങിക്കാൻ പോയപ്പോഴേ ഇവിടെ നല്ല ചൂര ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫോൺ ചെയ്ത് പറയും. അപ്പോൾ മത്തിയും നമ്മൾ കൂട്ടുമെന്നറിയാം. അതാ പറഞ്ഞത്, ഇവർ വലിയ മീൻ കൂട്ടുന്ന ആൾക്കാരാണ്. ഞാനങ്ങ് അന്തം വിട്ടെ. എനിക്കറിയാം റേച്ചാനല്ലെന്നറിയാം. റേച്ചാൻ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഞാൻ കണ്ടായിരുന്നു, മീനിൻ്റെ വില നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാരാ എന്നെ ഇങ്ങനെ കുറേ നേരം കൊണ്ടിങ്ങനെ ദേഹത്ത് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ട് നടക്കുന്നു. അത്രയ്ക്ക് തള്ള അവിടെ. അപ്പം ഞാൻ ചിന്തിച്ചു, ഇത്ര ഇതിലുണ്ട് ദേഹത്ത് ആരെങ്കിലും തൊട്ടുകൊണ്ട് നടക്കുന്നതെന്ന്. അന്നേരം ഇവർ പറഞ്ഞ ഞാനാ പേടിക്കേണ്ടത്. കൊഞ്ച് വിലയാ ഒരു കൂട്ടം അവർ 500 പറയുന്നത്. പക്ഷെ അല്ലാതെ നമ്മൾ ഇവിടുന്ന് വാങ്ങിയത് ടൈഗർ ആണെങ്കിൽ ഇത്രയും കുറയത്തില്ല. ഇതെന്ന് പറയുന്നത് ഭയങ്കര വെള്ളമായിരുന്നു. ഈ കൊഞ്ച് വേറെ, ടൈഗർ കൊഞ്ചും വേറെ. കടലിലെയും ഗീതേച്ചി ഇന്നലെ പറയുന്നത് കേട്ട്, കടലിലെയും കായലിലെയും അങ്ങനെയുള്ള മീനിന് വ്യത്യാസമുണ്ട്. 25 ये कितना है? नहीं देना का 400 का कम दे नहीं देता। ये 350 ना, हम तुम्हारे पास भी लेते हैं। कारली कैसे है? कारली 200 का वाटा है, 400 का 25, 400 का 25, 400 का 25 पूरा खा लेंगे भाई, 25 मिलेगा। 25 400 അപ്പുറത്ത് ഇരിപ്പണ്ട്, അവിടെ ഇരിപ്പണ്ട്. അവിടെ എത്ര? कारली 400 रुपया 25 അതും 425 इसमें कुछ कम नहीं होगा क्या? नहीं सेठ 400 से कम। 400 फाइनल, 2000 का है, 1200 25 का। हाँ 25 400।
थोड़ा 2-3 डाल के दे सकते हैं। एक पीस एक्स्ट्रा माल महंगा അവിടെ നോക്കിയിട്ട് വരാം വാ. वाला कितने भाव पूछना बेटा? खाली 400 पड़ी 25 400 25 400 രൂപ. सुनने का 2000 रुपए देगा 1000 रुपए यार एक 500 का बचे से 400 എത്ര? 400 പിന്നെ 300 എന്ന് പറഞ്ഞ ഏതാ? ये 300 बोला और बड़ा था वो किधर गया पक्का है ഏതാ 300? ये 300 का 25 ये देखो ഞങ്ങളങ്ങനെ 2 കൂട്ടം വാങ്ങിച്ച് കൊഞ്ച്. പിന്നെ അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് ഇവിടെ ഉള്ളൊരു ഈ പറയുന്ന ബോംബിൽ എന്ന് പറയുന്ന ഒരു സാധനം. അത് മൊത്തം അങ്ങ് വെള്ളമാണ്. അത് 300 രൂപ കൂട്ടം. പക്ഷേ ഇവിടങ്ങളിലുള്ളവരെല്ലാം ഇതിനാണ് പിടുത്തം കേട്ടോ. ഞാനിതുവരെ അത് കഴിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ അകത്ത് ഇങ്ങനെ വെയിറ്റൊക്കെ വെക്കുമ്പോൾ ആ വെള്ളമൊക്കെ ഇറങ്ങിപ്പോകും. പക്ഷേ ഒത്തിരി എണ്ണ വേണമെന്ന് തോന്നുന്നത് വറുത്തെടുക്കാൻ. അങ്ങ് സോഫ്റ്റായിട്ടിരിക്കും. അതങ്ങോട്ട് ഒത്തിരി മുറുമുറായിരിക്കത്തില്ല. എൻ്റെ തൊട്ടപ്പുറത്ത് മാന്തേളെന്നും പറഞ്ഞ് ഇത് തോരൻ വെക്കാൻ നല്ല. പക്ഷേ അത് വെട്ടി വരാൻ കുറേ സമയം എടുക്കും. വെട്ടാനൊന്നും ഇല്ല. അത് കൂട്ടം 200 രൂപ ഒരു കൂട്ടം. പക്ഷേ തോരൻ വെച്ചാൽ നല്ലതാണ് തിന്നാൻ. പക്ഷേ മെനക്കേട് പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിക്കാതിരുന്നു. വറുത്താലും കറുമുറാന്നും പറഞ്ഞ് ഒറ്റ കടി കടിക്കാം. ഞാൻ അവിടെ നിന്ന് പുറകത്തേക്ക് ഈ പുറകിലാണ് മീൻ കട്ട് ചെയ്യുന്നതൊക്കെ എടുത്തോണ്ട്. ഇവിടെ ഈ ലോക്കൽ മാർക്കറ്റിലുള്ള മീൻകാർ ഇവിടെ മീൻ വാങ്ങിക്കാൻ വരുവേ. അപ്പോൾ അവർ കൈയിട്ട് വാരിക്കൊണ്ട് പോകുന്നു 2 എണ്ണമൊക്കെ. അതിനവിടെ ഭയങ്കര അടിയും വെള്ളമായിരിക്കും. ഞങ്ങൾ ഇപ്പുറത്തോട്ട് ഇങ്ങോട്ട് വന്നാണ്. ഞാനതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അവരെന്നെ ചീത്ത വിളിക്കുമെന്ന് പറഞ്ഞു. കുറേ മീൻകാരി പെണ്ണുങ്ങൾ നിന്ന് ഭയങ്കര വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് വെച്ചാൽ ഭയങ്കര വഴക്കുള്ളവരെല്ലാം നോക്കി നിൽക്കുക. ഇങ്ങനെ മീൻ ഇങ്ങനെ ഈ എടുക്കുന്നതിനും അതിനൊക്കെയുള്ള തർക്കമായിരിക്കാം. കറങ്ങി ഞങ്ങൾ എന്നും വാങ്ങിക്കുന്ന പുള്ളിയുടെയും നല്ല വാങ്ങിച്ചത്. ഇവിടെ വന്നോണേ ചോദിച്ചാൽ പറയാം എന്നാൽ ഇവിടെ നിന്ന് അങ്ങ് വാങ്ങിച്ചിട്ട് അങ്ങ് പോകാമെന്ന്, ഇനിയും കറങ്ങാൻ പോകണ്ടെന്ന്. അപ്പം ഈ പുള്ളിക്കാരനാണ് വിധിച്ചത്. ഞാൻ തരാം. और डाल दीजिए तो साथ में सेम वाला मेरे और डाल के ഇതിൽ അങ്ങിടാന്ന मिक्स हो गया ഇത് ചെറുതല്ലേ തോരൻ വെക്കാൻ അങ്ങനെ വെക്കും. ഞങ്ങൾ രാവിലെ വന്ന സമയത്ത് ദൈവമേ റോഡിൽ ഈ പുകയുണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും കരിയിലൊക്കെ പുകയ്ക്കുമ്പോൾ പുക ഇങ്ങനെ പോലെ അതുപോലെ മഞ്ഞിങ്ങനെ കോട മഞ്ഞിങ്ങനെ നിൽക്കുക. അത്രയ്ക്ക് മഞ്ഞായിരുന്നു രാവിലെ. വണ്ടിയെ പോകണേ നല്ല തണുപ്പായിരുന്നു. ഞങ്ങൾ പിന്നെ മീനൊക്കെ വാങ്ങിച്ചിങ്ങി വന്നു. ഇതിങ്ങോട്ട് വരുന്ന വഴിയാണ്. ഇപ്പോഴും മീനുകൾ വന്നുകൊണ്ടേ ഇരിക്കുക വണ്ടിക്കകത്ത്. ചിലരിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 8 മണിയൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിയുണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുക, മീനുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ഇനി ഇതിനേക്കായി കുറവ് ആയിരിക്കാം വില, ചിലപ്പോൾ കൂടുതലായിരിക്കാം. പക്ഷേ വരുന്നത് ഫ്രഷ് മീനാണ് ഈ വരുന്നത്.
ഇവരിപ്പോൾ ഇരിക്കുന്നത് ഇങ്ങ് താഴെ വരെ ഇരിക്കും. കാരണം എല്ലാ കടകളുടെയും ഫ്രണ്ടിൽ ഈ സമയത്ത് കടകൾ തുറക്കത്തില്ലല്ലോ. ഒരു 9 മണിയായിട്ടല്ല കടകൾ തുറക്കത്തുള്ളൂ. ഇങ്ങനെ തുണിക്കട അങ്ങനെയൊക്കെ ഉള്ളത്. അത്രയും നേരം ഇവരെല്ലാം ഇവിടെ ഇരുന്ന് ഇങ്ങനെ മീനൊക്കെ വിറ്റുകൊണ്ടിരിക്കും. മീന്, പൂവ്, പച്ചക്കറികൾ അങ്ങനെ. ഇവിടെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഓട്ടോകൾ കിടക്കും. ഇങ്ങനെ ഓരോരുത്തരുടെ സ്ഥലത്തേക്ക് ഇങ്ങനെ ഇനി അവിടെ അതിനെ മീൻകാരി ഇങ്ങനെ ഓട്ടോയ്ക്കകത്ത് വിളിച്ച് ഇങ്ങനെ പോകാനുള്ള ബഹളമാണ്. നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഇത് 5 രൂപയാണ് ഈ ഒരു കപ്പ് ചായക്ക്. നല്ല ഇഞ്ചിയും ഏലക്കയൊക്കെ ഇട്ട് ഒരു സൈസ് ചായ. അപ്പം ഞങ്ങളൊരു ചായയും വാങ്ങിച്ച് കുടിച്ച് ചന്തയിൽ പോയിട്ട് വന്നു. മീൻ കേരയൊന്നുമില്ല, അല്ലാത്ത മീനുകളൊക്കെ ഉണ്ട്. നല്ല വിലയാണ്. പിന്നെ ഈയോ ഇന്നത്തെ തള്ളൻ്റെ കർത്തവേ, എല്ലാത്തും ഇല്ല. ചില സൈഡിൽ അയ്യോ അങ്ങോട്ടും പാനൊക്കത്തില്ല ഇങ്ങോട്ടും പാനൊക്കത്തില്ല. ആണെങ്കിൽ പെണ്ണെന്ന് പറയുക തള്ളി 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 ഒരങ്കാരുമായിട്ട് വഴക്കും കൂടി. ആൾക്കാർ കുറേ നേരം കൊണ്ടു കുറേ തള്ളുമോ. ഞാൻ പറഞ്ഞു മുമ്പോട്ട് പോകാൻ പറഞ്ഞു. അയ്യോ എന്തുവാ. ഞാൻ പിന്നെ ചോദിച്ചോണ്ട് കൈ പിടിച്ച് എന്നിട്ട് ഞാൻ അവിടെ വീഴാൻ തുടങ്ങി. ഈ മീനുണ്ടല്ലോ, ചില മീൻ പല മീനുകൾ തറയിൽ കിടപ്പോൾ അതേലൊന്ന് ചവിട്ടി അത് സ്ലിപ്പായി. പെട്ടെന്ന് വേറെ അവിടെ അവരെ കയറി പിടിച്ച് പിടിച്ചാൻ ചോദിക്കുക ആളും വീണോന്ന്. അപ്പോൾ അങ്ങനെ വീഴാൻ അങ്ങനെ ഒത്തിരി അതിൽ ഒന്ന് സ്ലിപ്പായതല്ലോ. പെട്ടെന്ന് കയറി പിടിച്ചോണ്ട് പിന്നെ ബാലൻസ് കിട്ടി. എന്തായാലും വാങ്ങിച്ചതൊക്കെ ഇത് കാണിക്കാമേ. രാവിലെ പോയി എനിക്ക് പ്രോൺസ് വേണമായിരുന്നു. പ്രോൺസ് അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോൺസ് ഒന്നും നമ്മൾ ഇട്ട് വെക്കത്തില്ലല്ലേ. ഈ വിലയായതുകൊണ്ട് അങ്ങനെ പറയുന്നവർക്കനുസരിച്ച് ഇട്ട് കൊടുക്കത്തുള്ളൂ. അപ്പോൾ അതായിരുന്നു മെയിൻ വേണ്ടിയ. കാണിക്കാമേ. മത്തി കിട്ടി, വിലയുണ്ട്. അമ്മഴത്ത് വില കുറച്ച് ചോദിച്ചിട്ട് 25 മത്തി 400 രൂപ. അതിൽ നിന്ന് 350 വരെ പറഞ്ഞിട്ട് തന്നില്ല. ഒരെണ്ണം അധികം ചോദിച്ചോണ്ട് ഒരങ്ങാര് പറഞ്ഞു ഒന്നുപോലും ആദ്യം തരത്തില്ല. വേറെ അങ്ങാരും ഒരെണ്ണം അധികം തന്നു. പക്ഷെ നല്ല ഫ്രഷ് വലിയ മത്തിയാണ്. ടേസ്റ്റുണ്ട്, കണ്ടറിയാൻ നമുക്ക്. ഓക്കെ, ഇനി കാണിക്കാമേ. അന്നേരം ഇവിടെ ഭിത്തിക്ക് വെള്ളം ഒഴിക്കണമല്ലേ. അപ്പം റേച്ചാൻ പറഞ്ഞു മേളിൽ നിന്ന് നമുക്ക് ഓസ് എടുക്കാമെന്ന്, പൈപ്പ്. ഞാൻ പറയും പിന്നെ അങ്ങനെയൊന്നും വേണ്ട, ഇവർക്കൊന്നും അറിയത്തില്ലല്ലോ ഇങ്ങനെ ചെപ്പി അടിക്കാൻ. എന്നിട്ട് റേച്ചാൻ വലിയൊരു ബോട്ടിലൊക്കെ കടന്ന് കുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് താ റേച്ചാ, ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ് ചെയ്തിയാ. അപ്പോൾ ആൾ മിണ്ടാതെ നിൽക്കുക. ഇങ്ങനെയൊന്നും ഇവർക്കൊന്നും ഇങ്ങനെ ഒഴിക്കാൻ പറ്റിയില്ല ഫോഴ്സിൽ. റേച്ചാൻ മേളി വാരി ഇട്ടേക്കുന്ന ഓസ് എടുക്കാൻ പോവായിരുന്നു. ഞങ്ങളുടെ ചെയ്ത സമയത്ത് തന്നെ ഇതുപോലെ മേളിലും അപ്പുറത്തും ഒക്കെ ചെയ്തത്. ആരും ഇതുപോലെ വെള്ളം ഒഴിക്കുന്നത് ഞാൻ കണ്ടില്ല. കാരണം നമുക്ക് മേളിൽ നിന്ന് വെള്ളം വീഴുമെന്നേ അറിയുമല്ലേ. നമ്മുടെ അടുത്ത് പറഞ്ഞത് നമ്മൾ ചെയ്തു, അത് വെടിച്ച് കീറും, നിങ്ങൾ ഒഴിക്കണേന്ന് പറഞ്ഞ് 2-3 ദിവസം ഞങ്ങളതുപോലെ ചെയ്യുന്നു. മറ്റുള്ളവർ ആര് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കണ്ടില്ല ഇങ്ങനെ വെള്ളം വീഴുന്നത്. ഇതാണ് റേച്ചാൻ്റെ ഐഡിയ. പക്ഷേ അത് ഒത്തിരി കുറേ പ്രാവശ്യം എടുക്കണം റേച്ചാ. ഇത്രയും വീഴുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ കപ്പും കൊണ്ട് ചെപ്പിയതാ. അവിടെ പോത്തില്ല ഇനി മാറി. ഞാൻ ഒഴിച്ചോളാം, ഒഴിക്കാം. ഒറ്റ മക്കളെ ഒഴിച്ചു. ഒരാൾ പിന്നെ പീച്ചി വന്നില്ല. എനിക്കത് വേറെ ആരും നമ്മുടെ കൂട്ട് റെസ്പോൺസിബിലിറ്റിയിൽ ചെയ്യത്തില്ല. പോപ്പട്ടായി പോയി. നമ്മുടെ ഉണ്ടായിരുന്നു ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന ബോട്ടിൽ, പക്ഷെ നശിച്ചു പോയി. ഇതെന്തുവാ ഇത്? പ്രോൺസ്. നല്ല പിടയ്ക്കുന്ന പിടയ്ക്കുന്ന മീൻ. അയ്യോ, പടപടയ്ക്കുന്ന മീൻ. വലിയ മീനാ. ഞാനന്ന് പാട്ടാക്കി വെക്കട്ടെ. ഇന്ന് ഉണ്ടാക്കാൻ ഇച്ചിരി എടുക്കാം, കറി വയ്ക്കാൻ. 25 എണ്ണം 400 രൂപ. ഒരെണ്ണം കൂടെ അധികം തന്നു. 5, 6, 7, 8. 8 എണ്ണാകുമ്പോൾ 8 3 24. ഇത് പിന്നെ
പലയിടത്തും പല വിലയാണ്. ഇത് 400 പുള്ളി പറഞ്ഞത്. 25 എണ്ണം 350 കിട്ടി. ഇത് കണ്ട അയലക്കുഞ്ഞാണ്. റീച്ചാൻ പറഞ്ഞു അയ്യോ ഇതെന്തിനാ വാങ്ങിക്കുന്നേ വേണ്ട, ഇത് തോരൻ വെക്കാൻ നല്ല, പക്ഷേ ഇത് 100 രൂപയേ ഉള്ളൂ. കുഞ്ഞയല എല്ലാം നല്ല ഫ്രഷാണ് സാധനം കേട്ടോ. നമുക്ക് കണ്ടാൽ അറിയാം. ഈ ചെകിള കണ്ടാൽ അറിയാം. നല്ല റെഡ് ഇങ്ങനെ കൊഴുപ്പ്. ഇച്ചിരി സോപ്പ് പൊടി ഇച്ചിരി കംഫർട്ട് കൂടി ഇട്ടിട്ടേ ഈ മീനിൻ്റെ കവറുകളെല്ലാം അത് മുക്കി വെക്കട്ടെ. അപ്പോൾ ആ കവറുകൾക്ക് ഒരു മണം കിട്ടുമല്ലോ. ഞാൻ തുണിക്കെടുക്കുന്ന ബക്കറ്റല്ല കേട്ടോ. ഇവിടെ ഈ ക്യാനി വെള്ളം ഒഴിച്ച് വെക്കത്തില്ലേ, അപ്പം അതിൻ്റെ അടിയിൽ വെക്കുന്നേ. ഈ പിള്ളേരെങ്ങാനും വെള്ളം എടുക്കുമ്പോൾ ചിലപ്പോൾ നിറഞ്ഞു പോകത്തില്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് വീഴാൻ. അപ്പം ഞാൻ ഈ മീനൊക്കെ ഒന്ന് വെട്ടിയെടുക്കട്ടെ. ഞാൻ ഉച്ചക്കത്തെ ഒന്നും ചെയ്യാതാണ് പോയത്. അപ്പം ഇത് നല്ല നെയ്മത്തിയാണിത്. അയാളടുത്ത് പറഞ്ഞിട്ട് അയാൾ ആ അയ കെട്ടിയത്. അപ്പുറത്തുകാരുടെയൊക്കെ അങ്ങനെ ചുരുട്ടിയിട്ടേക്കുവാ. ഞാൻ പറഞ്ഞു അതൊന്ന് കെട്ടിയിട്ട് പോകണമെന്ന്. പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവിടെ ഇട്ടിട്ട് പോയേനെ. കൈ മിക്സിയുടെ ജാറ് കഴുകിയതാ, ബ്ലേഡ് കൊണ്ടതാ. നല്ല അസ്വസ്ഥത. നെയ്മത്തിയായത്, നല്ല നെയ്യുള്ള മത്തി അറിയിച്ച. പക്ഷെ വീട് കുറച്ച് സ്മെല്ലെടുക്കും പാത്രങ്ങൾ. പുളിവെള്ളത്തിലോട്ട് കഴുകിയിടാം. നല്ല പെടപ്പ മീനാന്നുള്ളയാ. ആ അതാ ഒരെണ്ണം കൂടെ തരാം. ഇല്ലില്ല അയാളും തരത്തില്ലെന്നില്ലേ പറഞ്ഞത്. ഒട്ടും കുറയ്ക്കത്തില്ല എന്നില്ലും പറഞ്ഞത്. അതാ ആ ഇതാ നമ്മുടെ അവര് മീൻകാരി ഇവിടെ കൊണ്ടുവന്നത്. എന്തോത്തിനാ? എത്ര എണ്ണത്തിന്? 25 എണ്ണോ? 800? അത് കൊള്ളാലോ. നേരെ ഡബിള്. ബിൽഡിങ്ങിൻ്റെ പണി നടക്കും. അതാ ഈ സൗണ്ട് കേൾക്കുന്ന കൊട്ടും മുട്ടും ഒക്കെ. റീച്ചാൻ അവിടെ ഇന്ന് ഷേവ് ചെയ്യും. അന്നേരം എന്നോട് ഓരോ കഥ പറയാമായിരുന്നു. മീൻ എക്സ്ട്രാ ചോദിച്ചിട്ട് അവർ തന്നില്ല. മറ്റേ വേറൊരു മുസ്ലിം പുള്ളിയായിരുന്നു. പുള്ളിയെ കണ്ടിട്ട് പുള്ളി കുറച്ച് തരുമെന്ന് തോന്നി സംസാരം കേട്ടിട്ട്. എന്നിട്ട് ഒന്നുപോലും ആ പുള്ളിയെ കുറച്ച് തരത്തില്ലെന്ന് പറഞ്ഞ്. പിന്നെ അപ്പുറത്ത് ഇരുന്ന ആൾ ഒരെണ്ണം കൂടെ തന്നു. റീച്ചാനൊട്ട് കഴിക്കുകയോ അതുമില്ല. എന്നിട്ട് നമുക്ക് വേണ്ടി വാങ്ങിക്കുകയും ചെയ്യും. ഈ കഴിഞ്ഞിടെ മീൻ ഒട്ടും ഇല്ലാത്ത സമയത്ത് ഇതുപോലുള്ള 25 എണ്ണം ഞാൻ ആ കാണിച്ചില്ല ആൻറ്റി ഇല്ലേ പുള്ളിക്കാരി, ഇവിടെ 25 എണ്ണം 800 രൂപ പറഞ്ഞെന്ന് റീച്ചാൻ പറയുന്നത്. അന്ന് ഒട്ടും ഇല്ലായിരുന്നു. അവരും അവിടെ പോയി കൊണ്ടുവരുന്നതിൻ്റെയും വണ്ടിക്കൂലിയുടെയും ഓട്ടോ ചാർജിൻ്റെ എല്ലാം എടുക്കണ്ടേ, എന്നാലല്ലേ അവർക്ക് മുതലാവത്തുള്ളൂ. അപ്പോൾ ഞാൻ മീനൊക്കെ വെട്ടിക്കഴുകി ഒന്ന് മീനൊക്കെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. പിന്നെ ഞാനൊരു ചെറുപയർ, പെട്ടെന്ന് പച്ചക്കറികളൊന്നും അരിഞ്ഞു വെച്ചില്ലല്ലേ, അതുകൊണ്ട് ചെറുപയർ തോരൻ വെക്കാമെന്ന് വെച്ചാൽ അതൊന്ന് പിന്നെ കുക്കറിലൊന്ന് കഴുകി അടപ്പത്തോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അരപ്പൊക്കെ തിളച്ചുണ്ടേ മീനെല്ലാം ഞാൻ പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ ജനലെ കൂടെ നോക്കിയോണ്ടേ പ്രൈസമ്മോൻ വരുന്നു. അവനിന്ന് ചിൽഡ്രൻസ് ഡേ ആയിരുന്നു. അപ്പം ഞാൻ ചെയ്തൊക്കെ ഇന്ന് ആളിനെ വിട്ടത്. ഞാൻ നോക്കിയോണ്ടേ ആളത് ഔട്ടാക്കി എല്ലാം പുറത്തിട്ടുകൊണ്ട് വരുന്നുണ്ട്. അത് ഒരു ഇച്ചിരി ഹൈറ്റ് കൂടുതലാണ്. ഇതിനേക്കാൾ ചെറിയ നമ്പർ എടുക്കുവാണെങ്കിൽ അവൻ്റെ വയർ ഇച്ചിരി, അവന് കൊച്ചിലെ അവന് ഈ വയറിന് ഇത്തിരി
ഇതായിരുന്നല്ലോ ഫ്ലൂയിഡൊക്കെ ആസ്പിറേറ്റ് ചെയ്ത് അന്നേ അവന് വയറുണ്ട്. അപ്പോൾ വയർ ഇച്ചിരി മുന്നോട്ട് നിൽക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞെന്നാൽ ഇച്ചിരി ഹൈറ്റ് ഉണ്ടെങ്കിലും പിള്ളേരങ്ങ് വലുതാവുമല്ലേ, ഇതെടുക്കാമെന്ന്. അങ്ങനെ എടുത്തേ ഇത്. അപ്പോൾ ഇച്ചിരി ഹൈറ്റ് കൂടുതലാണ് ഇതിന്, അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് വിട്ടത്. ഇന്ന് സ്കൂളിൽ പഠിപ്പീരൊന്നും ഇല്ലായിരുന്നു. ഉള്ളി വാട്ടർ ബോട്ടിലും പിന്നെ ടിഫിനും ഡ്രോയിങ് മെറ്റീരിയൽ കൊണ്ടുപോകണമായിരുന്നു. ഫുൾ ഡേ അവർ AV റൂമിലും ഡ്രോയിങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നു. നാകെ മജായായിരുന്നു. രാവിലെ അവനും ഇച്ചിരി ചുമയൊക്കെ ആയതുകൊണ്ട് ഞാൻ വിടണ്ടെന്ന് പറഞ്ഞിരുന്നത്. പിന്നെ ഞാൻ ചിന്തിച്ച് ഇന്നലെ രാത്രി തൊട്ട് സന്തോഷത്തിൽ ഇരിക്കുമായിരുന്നു, പോയി എന്നാൽ എൻജോയ് ചെയ്യട്ടെ എന്ന് വെച്ച്. അപ്പം മീനൊക്കെ വറ്റി വന്നായിരുന്നു. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടിട്ടുണ്ട്. അപ്പം പയറ് തോരന് ഞാൻ ഇച്ചിരി തേങ്ങയും മുളക് പൊടിയെല്ലാം ഒന്ന് ഒതുക്കിയെടുത്തായിരുന്നു മിക്സിയിൽ. എന്നിട്ട് വെന്ത പയറൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതവിടെ കിടന്നൊന്ന് വേവട്ടെ. ഇനിയും വേണം എനിക്ക് പ്രോൺസിൻ്റെ നൂലൊക്കെ പറിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.